എല്ലാവരും ഭയങ്കര ഹൈപ്പ് കൊടുത്ത് തിന്നുന്ന സാധനം കേട്ടാ കോഴിക്കോട് ബീച്ചിൽ ഈ ഒരു കൂന്തൽ നിറച്ചത്. ശരിക്കും അത് ഹൈപ്പിനുള്ള സാധനം ഉണ്ടോ? ഹലോ കുറെ കാലമായിട്ട് കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇപ്പോഴാണ് അതിന് സമയം കിട്ടി. സത്യം പറഞ്ഞത് പെരുന്നാളിലൊന്ന് പോയ വീഡിയോ ഉണ്ട്, പിന്നെ പനിയൊക്കെ ആയതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടാ. അപ്പോൾ നമ്മൾ കോഴിക്കോട് പെരുന്നാൾക്ക് കോഴിക്കോട് ബീച്ചിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെരുന്നാളിന് എക്സ്പെക്ട് ചെയ്തതിൽ വന്നിട്ടുള്ളത്, പക്ഷേ ക്രൗഡ് കിട്ടിയിട്ടുണ്ട്. കാണിച്ചുതരാം. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. പിന്നെ പെരുന്നാൾ കൂടെ ആയിട്ട് പറയും വേണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ ഫുഡ് കൗണ്ടറുകൾ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രൈ കല്ലുമ്മക്കായ്മ തന്നെ തുടങ്ങാൻ എഴുതിയിട്ട്. അപ്പോൾ 1.25 രൂപ റേറ്റ് ആയിരുന്നു. ഇത്ര മസാല ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓക്കെ ഫീല് മാത്രമുണ്ട്. ആ കല്ലുമ്മക്കായുടെ ഫ്ലേവർ അങ്ങ് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ എക്സ്പെക്ട് ചെയ്തതും കഴിച്ചതും വേറെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. വെറും ഒരു മൈദ മാത്രം കഴിക്കുന്ന പോലത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്ത്. ഇനി നമ്മുടെ ചാനലിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനൊക്കെ റേറ്റിംഗ് ആയിട്ട് കൊടുക്കട്ടെ. 10ൽ ഇത്ര ശതമാനം നിലക്ക് നമ്മൾ കൊടുക്കട്ടെ. പിന്നെ കല്ലുമ്മക്കായുടെ റേറ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ 10ൽ 3 കൊടുക്കാട്ടോ. അടുത്ത നമ്മൾ കഴിച്ച കാടമുട്ടുണ്ട്. പിന്നെ കാടമുട്ടന്റെ കാര്യം നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം, അത് നമ്മൾ ഉടനെ കഴിച്ചാൽ അതിനായിട്ടൊരു ഒതന്റിക് ടേസ്റ്റ് നമുക്ക് അതിൽ ഉണ്ടാവും. കാടമുട്ട എല്ലായിടത്തും അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അതിക്ക് ചേർക്കാൻ മസാല അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇവിടെ അതന്നെയായിട്ട് അവസ്ഥ. സത്യം പറഞ്ഞാൽ വലിയ മസാല എന്തെങ്കിലും കാട്ടിക്കൂട്ടി തീർക്കാന്നല്ലാതെ ആ കാടമുട്ടന്റെ ടേസ്റ്റ് നമ്മൾ കഴിച്ചു പോകുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ അതിക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി അടിപൊളി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാടമുട്ടന്റെ റേറ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ 10ൽ 1 കൊടുക്കാട്ടോ. അടുത്തതാണ് നമ്മളെ മെയിൻ ഐറ്റം എന്താ കൂന്തൽ നിറച്ചത്. ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ എത്ര ദൂരം വന്ന്. ഓലയിൽ കുത്തി കഴിക്കാൻ വേണ്ടി പല്ലിക്കുത്തിയൊക്കെ തിന്നുണ്ട്. പിന്നെ പല്ലിക്കുത്തിയുടെ നടപടി അവലെ കണ്ടോണ്ട് നമ്മൾ കയ്യോടെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടാ. അതിന്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് പറയുകയാണെങ്കിൽ ഉള്ളി വെട്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എടുത്തൊന്ന് കഴിച്ചോ കിട്ടി. സംഭവം ഏതായാലും കൊള്ളാട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തോ ഒരു ഉപ്പിന്റെ കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ട്. എനിക്ക് മാത്രം തോന്നുന്നതാണോ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് എന്താ ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്താൽ കൊള്ളാൻ എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയുള്ളതൊന്നും പ്രശ്നമൊന്നുമില്ല. സംഭവം ഏതായാലും കൊള്ളാട്ടോ, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 80 രൂപ ഉണ്ടാവും. 80 രൂപയ്ക്ക് ഉള്ളതുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ 80 രൂപയ്ക്കുള്ള ഇല്ല, ഒരു 60 ഓക്കെ. അപ്പോൾ ഇതിന്റെ റേറ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ 10ൽ 9 കൊടുക്കാട്ടോ. അപ്പോൾ ശരി, ഇതുപോലെ നല്ല കിടിലും ഫുഡ് സ്പോട്ടുകളും കുക്കിംഗ് വീഡിയോസുകളൊക്കെ നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.